ഹായ് ടീം മാജിക്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. മാജിക് മോർണിംഗ്. ഓക്കെ, എനിക്കിവിടെ കറണ്ട് ഭയങ്കര റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്, അതാണ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ചോദിച്ചു കേട്ടോ. ഓഡിബിൾ അല്ലെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, അപ്പോ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. മാക്സിമം ഒന്ന് പ്രസന്റ് ആയിട്ട് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്തിരിക്കണേ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മാം. ഓക്കെ, അപ്പോ നമുക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നോർമലി ഒരു സ്പെഷ്യൽ ഡേ ആണ് നമുക്ക്, അതായത് ബുക്ക് റിവ്യൂ അല്ലെങ്കിൽ മൈ സ്റ്റോറി ഡേ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കിന്ന് ബുക്ക് റിവ്യൂ ഡേ ആണ്. സോ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് നമ്മുടെ ബി മാജിക് മെമ്പർ ആയിട്ട് നമ്മുടെ ഷീല മാം ആണ്. അപ്പോൾ ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഷീല മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഷീല മാം, പ്ലീസ് വെൽക്കം മാം. മാം മ്യൂട്ട് ആണേ. ഷീല മാം മ്യൂട്ട് ആണ്. ഓക്കെ, മാജിക് മോർണിംഗ് ടു ഓൾ. ഓക്കെ മാം, പറഞ്ഞോളൂ. നമ്മുടെ ഈ മാജിക്കിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിനും എൻ്റെ നാഥനോടും എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ഹസ്ബൻഡിനോടും എല്ലാവരോടും നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. എൻ്റെ ഒരു ചെറിയ ഉദ്യമമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയാണ്. ജെയിംസ് ക്ലിയർ എഴുതിയ ടെക്സ്റ്റ് ബുക്കാണ്. കേൾക്കാമോ എന്നെ? കേൾക്കാമോ ഗോപിക? ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ. അതായത് ചെറിയ മാറ്റങ്ങൾ ശ്രദ്ധേയമാറ്റങ്ങൾ തകർക്കുവാനും എളുപ്പം തെളിയിക്കപ്പെടുന്നതുമായ ഒരു മാർഗം പ്രതിപാദിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ഈ പുസ്തകത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാതൽ ഭാഗമാണ് വായിച്ചത്. പക്ഷെ ഇന്നലെ വൈകി വായിച്ചപ്പോഴാണ് അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും വായിക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ വ്യക്തിയെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് മെയിനായിട്ടും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ശീലങ്ങളോ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ അതിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ മെയിനായിട്ട് പ്രതിപാദിക്കുന്നത് 4 നിയമങ്ങളെ പറ്റിയാണ്. അതിൽ ഒന്നാമത്തെ നിയമം ഒരു ശീലം സ്വാഭാവികമാക്കുക, രണ്ടാമത്തെ നിയമം ഒരു ശീലം ആകർഷകമാക്കുക, മൂന്നാമത്തെ നിയമം ശീലം എളുപ്പമാക്കുക, നാലാമത്തെ നിയമം ശീലത്തെ സംതൃപ്തി തരുന്നതാക്കി മാറ്റുക. ഇങ്ങനെ 4 നിയമങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനാകും, അല്ലെങ്കിൽ നമുക്ക് നല്ല ശീലങ്ങൾ നേടിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താനാകും എന്നാണ് ജെയിംസ് ക്ലിയർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതില് ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾക്ക് വഴിയൊരുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എക്സാമ്പിൾ സഹിതമാണ് അദ്ദേഹം ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ ആദ്യമായിട്ട് തന്നെ ജെയിംസ് ക്ലിയറിനെ പറ്റി ജസ്റ്റ് ഒരു അദ്ദേഹത്തിന്റെ വായിച്ചിട്ടില്ല, എല്ലാവരും തന്നെ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. എങ്കിലും ഞാൻ 2-3 കാര്യങ്ങൾ അയാളുടെ കഥയെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. ജെയിംസ് ക്ലിയർ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബേസ്ബോൾ കളിക്കുന്നതിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. അയാൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാറ്റ് അദ്ദേഹത്തിന്റെ മൂക്കിൽ കൊണ്ടെന്ന് മാത്രമല്ല, ഈ ബാറ്റ് തെറിച്ച് വീണതിന്റെ ശക്തി കാരണം ആ മൂക്ക് പോലെ വളഞ്ഞു പോവുകയും തലച്ചോറിലെ ടിഷ്യൂസ് ഒക്കെ തലയോടിന്റെ ഭിത്തിയിൽ ചെന്ന് അടിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയൊക്കെ ചെയ്ത രീതിയിലുള്ള ഒരു പൊട്ടലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായത്. ഉടനെ തന്നെ ടീച്ചേഴ്സ് ഒക്കെ കൂടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട്, തലച്ചോറൊക്കെ പൊട്ടി ഉള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധം എത്രമാത്രം ഉണ്ടെന്നൊക്കെ അറിയാൻ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ അച്ഛന്റെ പേരാണ് എന്താണ് അമ്മയുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ഇദ്ദേഹത്തിനോട് അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്നൊക്കെ ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു ബിൽ ക്ലിന്റൺ ആണെന്ന് പറഞ്ഞു. ശരിക്കും ജോർജ് W. ബുഷ് ആയിരുന്നു. അമ്മയുടെ പേര് ചോദിച്ചു. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടൊക്കെ അദ്ദേഹത്തിന് അമ്മയുടെ പേരൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പം
ഇതായിരുന്നു അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്ന അവസാനത്തെ ചോദ്യം എന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാല് ഈ തലച്ചോറ് പൊട്ടിയത് കാരണം അവിടെ പെട്ടെന്ന് നീര് വെക്കുകയും ഇൻട്രാക്രേനിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് അബോധാവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അടുത്തുള്ള ആശുപത്രി ചെന്നപ്പോഴേ കണ്ടീഷൻ വേഴ്സ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള വലിയ ആശുപത്രിയിലേക്ക് ഒരു ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തെ മാറ്റുകയാണ്. ആ ഹെലികോപ്റ്ററെ മാറ്റുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഡോക്ടേഴ്സും അതുപോലെ തന്നെ നേഴ്സസും മറ്റുള്ള സംഘവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ അപസ്മാരം അല്ലെങ്കിൽ കൺവൾഷൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഫിറ്റ്സ് എന്ന് പറയുന്ന അത് ഇങ്ങനെ തുടരെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് ശസ്ത്രക്രിയയൊന്നും താങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫിറ്റ്സ് ഒക്കെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കണ്ടീഷൻ വഷളായി ഇദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റുക ചെയ്യുന്നത്. അപ്പോഴും ഒരു കോമയിലൊക്കെ ആയി. അത് ഇവിടെ പറയുന്നത് ഒരു വൈദ്യശാസ്ത്രപരമായി സൃഷ്ടിച്ച കോമയിലാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നു. ഇദ്ദേഹം വെന്റിലേറ്ററിലേക്ക് മാറ്റി. അപ്പം ഈ പറഞ്ഞ ഹോസ്പിറ്റൽ, അതായത് ഈ ഹോസ്പിറ്റലിന്റെ പേര് സിൻസാനാറ്റിയിലെ ഒരു വലിയ ആശുപത്രിയാണ്. അപ്പം ഈ ആശുപത്രിയിൽ ഈ മാതാപിതാക്കൾക്ക് ഈ ആശുപത്രിയെ പറ്റി 10 വർഷം മുമ്പേ നന്നായിട്ട് അറിയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജെയിംസ് ക്ലിയറിന്റെ സഹോദരിയെ ഒരു 10 വർഷം മുമ്പ് 3-ാമത്തെ വയസ്സിൽ ലുക്കീമിയ ആയിട്ട് ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ ഒരു കുറെ നാൾ അവര് ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി കഴിഞ്ഞിരുന്നു. 2.5 വർഷത്തെ കീമോതെറാപ്പിയും സ്പൈനൽ ടാപ്പിങ്ങും ബോൺമാരോ ബയോപ്സിയും അങ്ങനെയൊക്കെയുള്ള എല്ലാ ട്രീറ്റ്മെന്റിനുമായിട്ട് അവർക്ക് കഴിഞ്ഞുകൊണ്ട് ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയുമായിട്ട് ഈ ഹോസ്പിറ്റലുമായിട്ടൊക്കെ നല്ല അടുപ്പവും അല്ലെങ്കിൽ അതുപോലെ തന്നെ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ മെന്റൽ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സോഷ്യൽ വർക്കർ പുരോഹിതന്മാരൊക്കെ വന്ന് അവർക്ക് സഹായം കാര്യങ്ങളൊക്കെ സിസ്റ്ററിന് ചെയ്തതുപോലെ തന്നെ ഇദ്ദേഹത്തിനും കിട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ ശരിക്കും കുറെ നാളത്തേക്ക് നമുക്കറിയാം വെന്റിലേറ്ററിൽ കിടന്നാൽ യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ യന്ത്രങ്ങളുടെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ ജീവൻ കുറെ നാളത്തേക്ക് അങ്ങനെയായിരുന്നു. പിന്നെ പതുക്കെ എന്തോ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ റെസ്പിറേഷൻ ഒക്കെ അല്ലെങ്കിൽ ശ്വാസഗതിയൊക്കെ നേരെയാകുകയും ഡോക്ടർ കോമയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിച്ചു. എന്നിട്ട് തിരിച്ചു വന്നെങ്കിലും ശക്തിയായിട്ട് മൂക്കൊക്കെ ചീറ്റിയാല് ഈ പൊട്ടലുകളുടെ ഇടയിൽ കൂടെ വായു കയറി അദ്ദേഹത്തിന്റെ ഇടത് കണ്ണ് പുറത്തേക്ക് ഉന്തി വന്നെന്നൊക്കെയാണ് ഉന്തി വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് കണ്ണിന് കാഴ്ച കിട്ടാനൊക്കെ ശസ്ത്രക്രിയ പെട്ടെന്ന് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ കണ്ണിന് കാഴ്ച കിട്ടാനൊന്നും കഴിഞ്ഞുള്ളൂ. ഒരു കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഒരു മാസം കഴിഞ്ഞിട്ടാണ് കണ്ണ് പൂർവ്വസ്ഥിതിയിലെത്തിയത്. പിന്നെ അദ്ദേഹത്തിന് പിന്നീട് എണീറ്റ് വന്നപ്പോഴത്തേക്കും ഡ്രൈവ് ചെയ്യാനൊക്കെ 8-9 മാസത്തോളം എടുത്തു. പിന്നെ ഫിസിയോതെറാപ്പി നന്നായിട്ട് പരിശീലിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ലളിതമായിട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പം അദ്ദേഹത്തിന് അന്നേരവും ഒരു വാശി ഉണ്ടായിരുന്നു. എന്റെ അപകടം എന്നെ തളർത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാരണവശാലും ഈ അപകടം എന്നെ തളർത്തരുതെന്നുള്ള ഒരു ദൃഢവിശ്വാസം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. എങ്കിലും അതിനെയൊക്കെ അദ്ദേഹം തരണം ചെയ്തു. പിന്നീട് 1 വർഷത്തിന് ശേഷം വീണ്ടും ഇയാള് ബേസ്ബോൾ കളിക്കളത്തില് തിരിച്ചെത്തി എന്നാണ് പറയുന്നത്. അപ്പം എന്താന്ന് ചോദിച്ചാൽ ഇയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു കളിയായിരുന്നു അദ്ദേഹം ബേസ്ബോൾ. കാരണം എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അച്ഛന് ബേസ്ബോൾ പ്രൊഫഷണൽ കളിക്കാരനായിരുന്നു. അതുകൊണ്ട് മോനും പ്രൊഫഷണൽ കളിക്കാരനാകണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം വളരെയേറെ ചികിത്സകൾക്ക് ശേഷം ആണ് അദ്ദേഹത്തിന്റെ ആ ആഗ്രഹത്തിനായിട്ട് തിരിച്ച് കളിക്കളത്തിൽ എത്തുന്നു. തിരിച്ചു പക്ഷെ സർവകലാശാല ടീമിലൊക്കെ അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന ടീമിലൊക്കെ പങ്കെടുത്തെങ്കിലും അദ്ദേഹത്തിന് കളിക്കാനൊന്നും പറ്റിയില്ല. അപ്പം അത് തൊട്ടേ ഒരു അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ കാര്യം പറഞ്ഞതുപോലെ ഇദ്ദേഹം 4 വയസ്സ് തൊട്ട് ബേസ്ബോൾ കളിക്കാൻ തുടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്.
അപ്പം കളിക്കാൻ പറ്റാത്തതിനൊക്കെ ഇദ്ദേഹത്തിന് കരച്ചിലും കാര്യങ്ങളും ഒക്കെ വരുമായിരുന്നു. എങ്കിലും ആ വിഷാദമൊക്കെ മാറ്റാൻ വേണ്ടി അദ്ദേഹം സ്ട്രെസ് റിലീഫിങ് മെഷേഴ്സ് ഒക്കെ യൂസ് ചെയ്തു എന്നാ പറയുന്നത്. പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ എക്സർസൈസ് ഒക്കെ ബ്രീതിങ് എക്സർസൈസ് ഒക്കെ ചെയ്യുന്നു. അപ്പം പിന്നീട് അദ്ദേഹത്തിന് കളിക്കാനൊക്കെ സാധിച്ചു. അത് അദ്ദേഹത്തിന് വലിയൊരു ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായിട്ട് മാറുകയും അവിടെ വെച്ചാണ് ഈ ഒരു കളിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മുതലാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്, ഇതൊരു പുതിയ തുടക്കമാണെന്നും അവിടെ വെച്ചാണ് അയാളുടെ ചെറിയ ശീലങ്ങളുടെ അത്ഭുതകരമായ ശക്തി അയാൾ മനസ്സിലാക്കുന്നതെന്നുമാണ് പറയുന്നത്. ഇനി ഈ ശീലങ്ങളെ പറ്റി അദ്ദേഹം പഠിച്ചതിന്റെ കഥ എന്ന് പറഞ്ഞാല് കളി ഞാൻ പറഞ്ഞു, സർവകലാശാല ഡെനിസൺ സർവകലാശാലയിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. അവിടെ കളിയുടെ ഏറ്റവും താഴത്തെ നിരയിലൊക്കെ ആയിരുന്നു ഇയാൾക്ക് കളിക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ കുറെ പ്രശ്നങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഒരു കോളേജ് അത്ലറ്റായി മാറുകയും ചെയ്തു. അപ്പം പെട്ടെന്ന് ബേസ്ബോൾ ടീമിൽ കളിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം എന്താ തീരുമാനിച്ചെന്ന് ചോദിച്ചാല് ജീവിതത്തിൽ ഒരു ചിട്ട കൊണ്ടുവരാൻ അദ്ദേഹം ഉറച്ചു തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അതായത് കൂട്ടുകാർ രാത്രിയിൽ മുഴുവനും ഉണർന്നിരുന്ന് വീഡിയോ ഗെയിം കളിച്ചപ്പോൾ ഞാൻ നല്ല ഉറക്കശീലങ്ങൾ ഉണ്ടാക്കിയെടുത്തെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഉറങ്ങി ഒരു കോളേജ് ഹോസ്റ്റലിന്റെ എല്ലാ അലങ്കോലത്തിനിടയിലും എൻ്റെ മുറി അടുക്കും ചിട്ടയുമായി ഞാൻ സൂക്ഷിച്ചു. ഇവയൊക്കെ ചെറിയ കാര്യങ്ങളായിരുന്നുവെങ്കിലും ഈ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നിയന്ത്രണം ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിമാജിക്കിലെ മെമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ എത്രയോ വർഷമായിട്ട് വിമാജിക്കിലെ മെമ്പേഴ്സ് ആണ്. നമുക്ക് ഈ അടുക്കും ചിട്ടയും കാര്യങ്ങളും ഒക്കെ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഇടയ്ക്കൂടെ അനാലിസിസ് ചെയ്തു പോകുക എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. അപ്പം ഇയാളുടെ ജീവിതത്തിൽ ഇത് മാറ്റം കൊണ്ടുവന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ആത്മവിശ്വാസം കൂട്ടി. പഠനങ്ങളിൽ നല്ല മികച്ച ഗ്രേഡൊക്കെ നേടാൻ അയാൾക്ക് സാധിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സ്ഥിരമായിട്ട് സ്വാഭാവികമായിട്ടും നാം ചെയ്യുന്ന കാര്യങ്ങളാണ് ശീലങ്ങൾ എന്ന്. സ്ഥിരമായിട്ട് സ്വാഭാവികമായി തന്നെ നാം ചെയ്യുന്ന കാര്യങ്ങളെയാണ് ശീലങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പഠനത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മറ്റുള്ള ആഗ്രഹങ്ങളും സാധിച്ച് അദ്ദേഹം ആഴ്ചയിൽ പലതവണ ഭാരം ഉയർത്തി ഒരു വർഷം കൊണ്ട് തൂവൽ പോലെയുള്ള 170 പൗണ്ടിൽ നിന്നും മെലിഞ്ഞുറച്ച ഒരു 200 പൗണ്ടായി മാറി. ശരീരം അത്രയുമായി മാറി എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ബേസ്ബോൾ കളത്തിലൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ആദ്യമേ അദ്ദേഹത്തിന് പിച്ചിങ് സ്റ്റാഫിന്റെ ജോലിയായിരുന്നു കിട്ടിയിരുന്നത്. ഈ പിച്ചിങ് സ്റ്റാഫിന്റെ ജോലിയിൽ നിന്ന് 2ാമത്തെ വർഷത്തിലേക്ക് ഇദ്ദേഹം ടീം ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ എത്തിയപ്പോഴത്തേക്കും അയാള് ഓൾ കോൺഫറൻസ് ടീമിൽ വലിയ ടീമിലൊക്കെ ചേരുകയും, അപ്പം അദ്ദേഹം പറയുന്നത് എൻ്റെ ഉറക്കശീലങ്ങളും പഠനശീലങ്ങളും സ്ട്രെങ്ത് ട്രെയിനിങ് ശീലങ്ങളും എന്നെ ഒരുപാട് സഹായിച്ചു എന്നുള്ളതാണ്. ഉറക്കത്തിന്റെ ശീലം, അതുപോലെ തന്നെ പഠനത്തിലുള്ള ശീലം, സ്ട്രെങ്ത് ട്രെയിനിങ് ശീലം. നമ്മുടെ ബിമാജിക്കില് നമ്മുടെ സേവേഴ്സ് കൾച്ചറിനകത്ത് നമുക്ക് ഈ ശീലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എത്രമാത്രം ഉയരാൻ സാധിക്കുന്നുണ്ട്, നമ്മളല്ലെങ്കിൽ എത്രമാത്രം ഉയരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചിന്തിക്കുക. പിന്നെ അദ്ദേഹം ക്യാപ്റ്റനായി ഒത്തിരി കളികളിലൊക്കെ ഏർപ്പെട്ട് എല്ലാ ഉയർന്ന ഒത്തിരി ബഹുമതികളൊക്കെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രസിഡന്റിന്റെ മെഡലൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒത്തിരിയും പ്രതിസന്ധികളുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. ആ അപകടം തന്നെയായിരുന്നു അയാളുടെ പ്രതിസന്ധി. പക്ഷെ ആ അനുഭവം അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. ചെറുതെന്നും നിസ്സാരമെന്നും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വർഷങ്ങളോളം പിന്തുടർന്നാൽ അവ ഒരുമിച്ച് ചേർത്ത് വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾക്ക് പരിമിതികൾ ഉണ്ടാകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഗുണം നിർണ്ണയിക്കുന്നത് നമ്മുടെ ശീലങ്ങളുടെ ഗുണമാണ്. നമ്മൾ നല്ല ശീലങ്ങളാണോ അല്ലെങ്കിൽ ശീലിക്കുന്നത് എങ്കിൽ നമുക്ക് അത് ഗുണമുണ്ടാകും. നമ്മൾ അത് മികച്ചതല്ല അല്ലെങ്കിൽ മോശം ശീലങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതം മോശത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. പിന്നെ ഈ വിജയങ്ങളൊന്നും ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതുമല്ല.
ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അയാള് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതല്ല എന്ന് നമുക്ക് അയാളുടെ കഥയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പം പല നിമിഷങ്ങൾ കൊണ്ട് സംഭവിച്ച സംഗതികൾ, അല്ലെങ്കിൽ ചെറിയ വിജയങ്ങളിലൂടെയും ചെറിയ പരിശ്രമങ്ങളിലൂടെയും നടത്തിയതിലൂടെയാണ് അദ്ദേഹത്തിന് ആ ഒരു പരിണാമം അല്ലെങ്കിൽ ആ ഒരു മാറ്റം വരാൻ സാധിച്ചത്. പിന്നീട് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ബിസിനസ് തുടങ്ങുകയും പുസ്തകം എഴുതുകയും ഒക്കെ ചെയ്തു. ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഓർക്കും ഇത് ഒത്തിരിയും പഴയ പുസ്തകമാണ്. പക്ഷെ ഇത് 2018 ആണ് ഈ പുസ്തകത്തിന്റെ അവസാന മിനിറ്റുകളിൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് സന്ദർശകരാണ്, അല്ലെങ്കിൽ 5 കോടിയിലധികം ആൾക്കാരൊക്കെയാണ് ഇയാൾക്ക് ഇമെയിലിലൂടെ ന്യൂസ് ലെറ്ററിന്റെ വരിക്കാരായിട്ടൊക്കെ ഉള്ളത്. അപ്പം ഈ പുസ്തകം അദ്ദേഹം 2012 നവംബറിലെ 2012 ലേഖനങ്ങൾ സൈറ്റിലൂടെയൊക്കെ എഴുതാൻ തുടങ്ങി. പിന്നെ അപ്പൊ അവിടെ സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കിട്ടി. 2014 1 കോടി സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. 15 അത് 2 കോടിയായി. 16 മറ്റുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതുകയും ഒക്കെ ചെയ്തു. 17 അദ്ദേഹം ഹാബിറ്റ്സ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2017 ഹാബിറ്റ്സ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം ധാരാളം കമ്പനികളിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരെയും മറ്റുള്ള നേതാക്കളെ, ജോലിക്കാരെയും ഒക്കെ അദ്ദേഹം പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്ത് നല്ല ശീലങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് എല്ലാവരെയും പഠിപ്പിച്ചു കൊടുത്തു. ഇനി നമ്മളെ എങ്ങനെയാണ് ഈ പുസ്തകം സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു മികച്ച പുസ്തകം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ പുസ്തകമായി മാറണം എന്നാണ് ഒരു വലിയ ബിസിനസ്സുകാരനായ നവൽ രവികാന്ത് പറയുന്നത്. അതായത് ഒരു മികച്ച പുസ്തകം എഴുതണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ പുസ്തകമായി മാറണം. നമ്മൾക്ക് എത്ര പേർക്ക് സാധിക്കും അങ്ങനെ ആ ഒരു പുസ്തകമായിട്ട് മാറാൻ? അതാണ് ശരിക്കും എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പം മോഹൻലാൽ, മമ്മൂട്ടി, ആരാണെങ്കിലും സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർ ആ ഒരു കഥാപാത്രത്തിനെ എത്രമാത്രം ആവാഹിച്ച് ഉള്ളിലേക്ക് എടുത്തിട്ടായിരിക്കും അവർ ആ ഒരു കഥാപാത്രത്തെ ചെയ്യുന്നത്. അപ്പം നമ്മളോട് അവര് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ പോലും ഒരു ഭാഗം അഭിനയിക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും അത് അതിന്റെ പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മളത് മനസ്സുകൊണ്ട് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് എത്രമാത്രം നമ്മൾ മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഓരോ ശീലങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് മനസ്സുകൊണ്ട് സ്വയം ഭരിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാലോ, ഇല്ലെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ഭീമാജിക്കിൽ നമ്മൾ എത്രയോ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ദിവസം കേൾക്കുന്നു, അതിലെ ഏതാനും ഭാഗങ്ങൾ നമ്മുടെ എല്ലാവരും നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ കാര്യമാണ് മെയിനായിട്ടും പറയുന്നത്. കുറച്ച് ഭാഗം നമ്മൾ ഉൾക്കൊള്ളുന്നു. ഉൾക്കൊണ്ടാലും അത് ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ആദ്യം തൊട്ടേ ഭീമാജിക്കിൽ വന്ന ആൾക്കാരൊക്കെ എത്രയോ നമ്മൾ ഉയരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ ചെറിയ ചെറിയ ശീലങ്ങൾ, നമ്മുടെ ഭീമാജിക്കലേത് ഈ ചെറിയ ശീലങ്ങളെ പറ്റിയല്ലേ പറയുന്നത്. നമ്മൾ 10 മിനിറ്റ് വായിക്കണം, 10 മിനിറ്റ് എക്സർസൈസ് ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആ ശീലങ്ങളൊക്കെ നമ്മൾ എത്രമാത്രം പേര് ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ എത്രമാത്രം പേര് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകത്തുള്ളൂ എന്ന് ആണ് നമ്മളെ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടും പറയുന്നത്, നമുക്ക് ശീലങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് നിർമ്മിക്കുന്നതിൽ 4 ഇന മോഡൽ, ഈ പുസ്തകത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറ്റോമിക് ഹാബിറ്റ്സിന്റെ നട്ടെല്ലെന്ന് പറയുന്നതിൽ, നമുക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കുന്നതിൽ വേണ്ട 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ സൂചന, ആഗ്രഹം, പ്രതികരണം, പുരസ്കാരം എന്നിവയാണ് ഇതിനുള്ള അടിസ്ഥാന ഘടകങ്ങൾ. അതിനെപ്പറ്റി മുമ്പോട്ട് വരുന്നുണ്ട്, അവിടെ പറയാം. എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ ഏതായാലും ഇത് തന്നെ ഒന്ന് സ്വാംശീകരിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. പിന്നെ അദ്ദേഹം ഈ ടെക്സ്റ്റിനകത്ത് കുറച്ച് സൈക്കോളജിസ്റ്റിന്റെയും, അതായത് സ്കിന്നറുടെയും, അതുപോലെ തന്നെ സ്കിന്നറുടെ മോഡലും, പിന്നെ കോഗ്നിറ്റീവ് സയൻസും ബിഹേവിയറൽ സയൻസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാല്, മനുഷ്യ സ്വഭാവമല്ലേ, നമ്മൾ സ്വഭാവം മാറ്റുകയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ശീലങ്ങൾ വരുമ്പം
ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വഭാവങ്ങൾ മാറും. അപ്പൊ നമ്മുടെ സ്വഭാവം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നേരം വെളുത്ത് നമ്മൾ വൈകിട്ട് കിടക്കുന്നോടം വരെ നമ്മളിൽ എത്രമാത്രം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലെ. ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനുഷ്യ സ്വഭാവത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നല്ല ശീലം ഉണ്ടാക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മള് സേവേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സേവേഴ്സ് മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമുക്കതൊരു അടിസ്ഥാന ഘടകമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതിൽ നിന്നും തുടങ്ങണമെന്ന്. നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയാലും എന്ത് സ്വഭാവം മാറ്റാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഉപകരിക്കും. നിങ്ങൾക്ക് പുരോഗതി വേണ്ടത് ആരോഗ്യ കാര്യത്തിലാണോ, സാമ്പത്തിക കാര്യത്തിലാണോ, ജോലിയിലാണോ, ബന്ധങ്ങളിലാണോ, എവിടെയും ആകട്ടെ പടിപടിയായ മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവരുടെ മനുഷ്യ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വഴികാട്ടിയായിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിനെ കാണുന്നത്. ഇതിനകത്ത് അടിസ്ഥാന തത്വങ്ങളാണ് പിന്നെ പറയുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ വലിയ വലിയ ഫലങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ളത് പലരും നമ്മുടെ ക്ലാസ്സിൽ എടുത്തു തന്നിട്ടുള്ളതാണ്. മെയിനായിട്ടും ബ്രിട്ടീഷ് സൈക്ലിങ്ങിന്റെ വിധി തിരുത്തപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാല് 1908 മുതൽ ബ്രിട്ടീഷ് സൈക്കിൾ സഞ്ചാരികൾ ഒരു സ്വർണ്ണ മെഡലും നേടിയില്ല. പിന്നീട് 110 കൊല്ലങ്ങൾക്കിടെ ഒരു ബ്രിട്ടീഷ് സൈക്ലിസ്റ്റും വിജയിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കാരണം കണ്ടുപിടിക്കാനും ഇവരെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഡേവ് ബ്രെയിൽ സ്പോർഡിനെ അവരുടെ പെർഫോമൻസ് ആക്ടറായിട്ട് ചുമതല കൊടുത്തു. അദ്ദേഹം ഇവരുടെ പോരായ്മകളെല്ലാം എന്താണെന്ന്, പോരായ്മകളുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിശയിപ്പിക്കും എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഈ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ചെറിയ വിജയങ്ങളുടെ ആകത്തുക എന്ന തന്ത്രമാണ് ഈ ഇതിന്റെ വിജയത്തിന് പുറകില് ഉള്ളത്. എന്ത് മാറ്റങ്ങളാണെന്ന് ചോദിച്ചാല് സൈക്കിൾ ഓടിക്കുന്നതിലെ എല്ലാ ഘടകങ്ങളെയും വേർതിരിച്ച് ഓരോന്നിലും ഓരോ ശതമാനം പുരോഗതി കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഓരോന്നിലും ഓരോ ശതമാനം പുരോഗതി എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഇരിപ്പിടങ്ങൾ സീറ്റ് മാറ്റി അതിന്റെ ചക്രത്തില് ആൽക്കഹോള് പിടുത്തം കിട്ടാൻ വേണ്ടി ആൽക്കഹോള് പുരട്ടി സൈക്കിൾ ചവിട്ടുന്നവരുടെ പേശികളിൽ ശരിയായ താപനില നിർത്താൻ വേണ്ടി വൈദ്യുതി ഉപയോഗിച്ച് ചൂടാക്കാവുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചു. വ്യായാമം ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നെന്നുള്ള ബയോ ഫീഡ്ബാക്ക് സെൻസറുകൾ ഉപയോഗിച്ചു. പിന്നീട് ഇവയെല്ലാം ഉപയോഗിച്ചതിന് ശേഷം ഒടുവിൽ വളരെ കനം കുറഞ്ഞ വായുസഞ്ചാരമുള്ള ഇൻഡോർ റേസിംഗ് സ്യൂട്ടുകൾ അവർക്ക് അവരുപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് ഇത് സൈക്കിൾ ഓടിക്കുമ്പോൾ പേശികളിൽ എന്താണ് നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊച്ചി പിടിക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മസാജ് ജെല്ലുകൾ അവർ കണ്ടെടുത്തു. ജലദോഷം പിടിക്കാതിരിക്കാൻ വേണ്ടി കൈ കഴുകാൻ പഠിപ്പിച്ചു. പിന്നെ ഈ ആൾക്കാർക്ക് ശരിക്കും നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി നല്ല ബെഡും തലയണയും അവര് നല്ലത് തിരഞ്ഞെടുത്തു. ഇനി ഈ സൈക്കിളിന്റെ പ്രകടനത്തിന് അല്പം പോലും പൊടിപടലും ഒക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ട്രാക്കിന്റെ ഉൾവശം വെളുത്ത ചായം പൂശി ഇങ്ങനെ ചെറിയ ചെറിയ നൂറുകണക്കിനുള്ള മാറ്റങ്ങളാണ് ഈ അദ്ദേഹം ഇവരുടെ ഇടയിൽ കൊണ്ടുവന്നത്. അപ്പം കൊണ്ടുവന്നപ്പോഴത്തേക്കും പിന്നീട് നല്ല നല്ല വിജയങ്ങൾ തുടർക്കഥയായിട്ട് അവർക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. 2008 ഒളിമ്പിക്സിലും മറ്റുമൊക്കെ ലണ്ടനിൽ നടത്തിയപ്പോൾ ബ്രിട്ടീഷ് ടീം 9 ഒളിമ്പിക്സ് റെക്കോർഡും 7 ലോക റെക്കോർഡും സ്വന്തമാക്കി എന്നാണ് പറയുന്നത്. പിന്നീട് അങ്ങ് വിജയം മാത്രമാണ് അവർക്കുള്ളത്. 15, 16, 17 അവര് തുടർച്ചയായിട്ട് 5 ടൂർ ദി ഫ്രാൻസ് വിജയങ്ങൾ നേടിയെടുത്തു. പിന്നെ അവിടെ ഒരു രസകരമായ സംഭവം എന്താന്ന് ചോദിച്ചാല് ഈ ബ്രിട്ടീഷ് ടീം തോറ്റുപോയത് കാരണം ഇവരുടെ പോരായ്മ കാരണം യൂറോപ്പിലെ ഒരു പ്രമുഖ സൈക്കിൾ നിർമ്മാതാവ് ബ്രിട്ടീഷ് ടീമിന് സൈക്കിൾ വിൽക്കാൻ വിസമ്മതിക്കുക പോലും ചെയ്തു. കാരണം എന്താന്ന് ചോദിച്ചാല് ബ്രിട്ടീഷുകാർ അവരുടെ സൈക്കിൾ ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ട് മറ്റുള്ള മത്സരാർത്ഥികൾ കണ്ടാല്
ഇവർ അവരുടെ കച്ചവടം തകരുമോ എന്നുള്ള ഒരു ഭയത്തിൽ അവർക്ക് സൈക്കിള് കൊടുക്കാൻ വരെ വിസമ്മതിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ ടീമിന് എങ്ങനെയാണ് ഇതുപോലത്തെ വിജയം സാധ്യമായതെന്ന് ചോദിച്ചാൽ അവര് നമുക്ക് നന്നായിട്ട് അറിയാം. ചെറിയ ചെറിയ ശീലങ്ങൾ മാറ്റി കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ ശീലങ്ങൾ മാറ്റി കൊണ്ടുവന്നാൽ നമുക്ക് ഒളിമ്പിക്സ് ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമായിട്ട്, അതായത് നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഒരു മുറിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എത്ര പേര് മുറി അടുക്കും ചിട്ടയോടും കൂടി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുറി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എല്ലാം അടുക്കും ചിട്ടയോടു കൂടിയാണോ നമ്മുടെ മുറി അല്ലെങ്കിൽ നമ്മുടെ വീട്? നമ്മൾ അതിലെ എന്താണ് പൊടിപടലങ്ങളൊക്കെ മാറ്റുന്നുണ്ടോ? പൊടിപടലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവയൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ട കാര്യങ്ങളാണെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരാമെന്ന് നോക്കാം. ഇനി ചെറിയ ശീലങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ചെറിയ കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ അല്ലെ, മൊത്തം മുറി വൃത്തികേടായിട്ട് കിടക്കുവാണെങ്കിൽ ഇപ്പൊ പിന്നെ വൈകുന്നേരം ചെയ്യാം, രാവിലെ സമയമില്ല വൈകുന്നേരം ചെയ്യാം. അല്ലെങ്കിൽ മാറാലയോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൺഡേയിൽ ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ കൂട്ടി വെക്കും. ആ സൺഡേയിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കയറി വന്നാൽ നമ്മൾ ഉടനെ പറയും അടുത്ത ഒരു അവധി കിട്ടട്ടെ, അല്ലെങ്കിൽ അടുത്ത സൺഡേയിൽ ചെയ്യാമെന്നൊക്കെ നമ്മൾ വെക്കാറുണ്ട്. എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ അതങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുള്ളത്. അപ്പം ചെറിയ ശീലങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് നമ്മുടെ ഈ ദിവസേനയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ അവഗണിക്കാറുണ്ട്. അപ്പം ഏത് കടമ്പ കടക്കാനാണെങ്കിലും നമ്മൾ എല്ലാവരും ഒരു ഇപ്പം മെയിനായിട്ട് നമ്മളിപ്പം വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തെങ്കിലും തുടങ്ങണം, അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതണം, അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പ് നേടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് കടമ്പ കടക്കാനായാലും എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിൽ വലിയ മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുത്താനാണ് നാം ശ്രമിക്കുന്നത്. പക്ഷെ അതേസമയം 1% മാറ്റം ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ അത് ശ്രദ്ധിക്കാൻ മാത്രം ഒന്നും ഉണ്ടാകണമെന്നുമില്ല, ശ്രദ്ധിക്കാൻ മാത്രം ഒന്നും ഉണ്ടാകണമെന്നില്ല. അപ്പം ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് ചെറിയൊരു മാറ്റം കാലങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വ്യത്യാസം അത്ഭുതകരമാണ്. അപ്പൊ ആ സൈക്ലിങ്ങിന്റെ കഥ നമ്മൾ തന്നെ എടുത്താൽ നമുക്ക് എക്സാമ്പിൾ മനസ്സിലാകും. ഇപ്പം നമ്മൾ അതുപോലെ ഓരോ ദിവസവും 1% മാറ്റം വരുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ 1 വർഷം കൊണ്ട് 37 ഇരട്ടി വ്യത്യാസം നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതേസമയം നിങ്ങൾ ഓരോ ശതമാനം വീതം മോശമായാൽ വർഷാവസാനം അത് 0-ൽ വെക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചെറിയ ചെറിയ ശീലങ്ങൾ 1 വർഷം കൊണ്ട് നേടിയെടുത്താൽ നമുക്ക് 37% വിജയമാണ് ഉണ്ടാകുന്നത്. അതായത് സ്വയം പുരോഗതിയുടെ കൂട്ടുപലിശ എന്ന് വേണമെങ്കിൽ പറയാം. ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വയം പുരോഗതിയുടെ കൂട്ടുപലിശ. നമ്മുടെ സേവേഴ്സ് കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ അതിന്റെ കൂട്ടുപലിശയായിട്ടായിരിക്കും നമ്മുടെ ശീലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം പണം ഇരട്ടിക്കുന്നത് പോലെ നിങ്ങൾ ശീലങ്ങളുടെ ഫലം അവയിൽ ആവർത്തിക്കുന്നത്ര കൂടുന്നത്. ഒരു ദിവസം നീക്കിയാൽ ശീലങ്ങൾ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്ന് തോന്നുമെങ്കിലും മാസങ്ങളും വർഷങ്ങളും കൊണ്ട് അവയുണ്ടാക്കുന്ന മാറ്റം വളരെ അവിശ്വസനീയമാണ്. സൈക്ലിങ്ങിന്റെ കഥ നമ്മൾ ഓർക്കാം. പിന്നെ മാറ്റം അതിവേഗം നടക്കാത്തത് കൊണ്ടാണ് ചീത്ത ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നത്. അപ്പം നമ്മളൊക്കെ എന്തെങ്കിലും ഇപ്പം എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ നമ്മുടെ അഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ നമ്മൾ എന്നും ഡെയിലി എത്രയോ കേൾക്കുന്നു, എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ തന്നെയാണ്. വിമാജിക്കൽ ഓരോ മെമ്പറും ഫോളോ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിളാണ്. നമ്മൾ എത്ര പേര് ആത്മാർത്ഥമായിട്ട് ആ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, സേവേഴ്സ് ഫോർമുല ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ എന്തുകൊണ്ടാണ് നമ്മളത് നിർത്തിപ്പോകുന്നത്? ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 മാസമൊക്കെ എഴുതിയപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സംഗതി നടന്നില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെല്ലാവരും മനുഷ്യജീവിക്കൊക്കെ എന്താണ് ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഈ നടക്കാത്തത് കൊണ്ടാണ് ചീത്തശീലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പം ഇന്നിപ്പം ഒരു ബർഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈ ഫാറ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ
ഒരു ദിവസം നമ്മൾ ജോലി സ്ഥലത്തൊന്നും താമസിച്ചൊക്കെ വന്നാല് കുടുംബത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാറില്ലായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നാളത്തേക്ക് മാറ്റി വെച്ചാലും ഒന്നും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടില്ലെന്ന് വെക്കാൻ നമുക്ക് എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ 1% തെറ്റിനെ നാം ഓരോ ദിവസവും ആവർത്തിക്കുകയും മോശം തീരുമാനങ്ങൾ എടുക്കുകയും ചെറിയ തെറ്റുകൾ ആവർത്തിക്കുകയും ചെറിയ ചെറിയ ഒഴിവുകൾ പറയുകയും ചെയ്യുന്നതിന്റെ ആകത്തുക മോശമായിരിക്കും. അപ്പം നമ്മുടെ ജീവിതം പല പ്രശ്നങ്ങളിലേക്കൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു വിമാനം പോവുകയാണെങ്കിലും അതിന്റെ ഗതി 3.5 ഡിഗ്രി പൈലറ്റ് മാറ്റുവാണെങ്കിൽ ന്യൂയോർക്കിന് പകരം ഒരു വിമാനം എത്തുന്നത് വാഷിങ്ടണിലായിരിക്കും. അപ്പൊ എത്രയോ സമയം 100 കണക്കിന് മൈലുകളുടെ വ്യത്യാസമായിരിക്കും അത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളിലെ ചെറിയ ഒരു മാറ്റം പോലും നിങ്ങളെ മറ്റൊരു ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കും. ഈ വിമാനം എന്താണ്, വാഷിങ്ടണിൽ ഇറങ്ങേണ്ട വിമാനം ന്യൂയോർക്കിൽ ഇറങ്ങേണ്ട വിമാനം വാഷിങ്ടണിൽ പോയി ഇറങ്ങി എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ ഈ ഒരു മാറ്റം നമ്മളെ മറ്റൊരു ലക്ഷ്യസ്ഥാനത്തിലായിരിക്കും എത്തിക്കുന്നത്. ശതമാനം നന്നാകുവാനോ മോശമാകുവാനോ തീരുമാനിക്കുന്നതിന് ആ സമയത്ത് കാലക്രമത്തിൽ ഈ മാറ്റങ്ങളെ നിങ്ങൾ ആരാണെന്നതും നിങ്ങൾ ആരാകുമായിരുന്നു എന്നതും വ്യത്യാസം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ആകത്തുകയാണ് നമ്മളുടെ വിജയം. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മാറ്റങ്ങളിലൂടെ ആരും ആയിട്ടുമില്ല. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതിൽ ഒരു പ്രാധാന്യവുമില്ലെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ വിജയത്തിന്റെ പാതയിലേക്ക് നയിക്കുമോ എന്നതാണ് പ്രധാനം. നമ്മൾ ഇപ്പോഴെന്തെങ്കിലും ആവട്ടെ, പക്ഷെ നമ്മൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കി അത് നമ്മുടെ വിജയത്തിന്റെ പാതയിലേക്ക് നയിക്കുമോ എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ഇപ്പോഴുള്ള വിജയങ്ങളെക്കാൾ നിങ്ങൾ ശരിയായ പാതയിലാണോ എന്നതാണ് നോക്കേണ്ടത്. നാം ശരിയായ പാതയിലൂടെയാണോ പോകുന്നത്? നാം സർവീസ് കൾച്ചർ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? ആ പാത നമ്മൾ പിന്തുടരുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ ഒരു പുനർചിന്തനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇപ്പം നമുക്ക് കോടീശ്വരനാകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. നമുക്കൊരു ദിവസം കൊണ്ട് കോടീശ്വരനൊന്നും ആകാനൊന്നും പറ്റത്തില്ല. അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്, നമ്മൾ ഒരു ദിവസം സമ്പാദിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ ചെലവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ മോശം പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പം നമുക്ക് ഏതായാലും കോടീശ്വരനാകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എവിടെയാണ് മാറ്റം വരുത്തണം എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ചെറിയ വിജയങ്ങളുടെയും ചെറിയ നഷ്ടങ്ങളുടെയും അളവ് നോക്കിയാൽ മതി നമ്മൾ നേരെയാണോ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും, തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ശീലങ്ങൾ ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന്. കാരണം നമ്മുടെ ശീലങ്ങൾക്ക് നമ്മളെ നന്നാക്കുവാനും പറ്റും, അതുപോലെ തന്നെ നമ്മളെ വളർത്തുവാനും പറ്റും, അതുപോലെ തന്നെ നമ്മളെ തകർക്കാനും പറ്റും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ ശീലങ്ങൾ നമ്മൾക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. മാതൃകാപരമായിട്ടുള്ള കൂട്ടിച്ചേർക്കൽ പറയുവാണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ശീലങ്ങൾ കൂട്ടിച്ചേർത്താൽ എന്താണ്, ഉൽപാദനക്ഷമതയുടെ കൂട്ടുപലിശ നമുക്ക് കിട്ടും. അതേസമയം അതിന് വിപരീതമായിട്ട് മോശമായിട്ടാണ് പോകുന്നതെങ്കിൽ രണ്ടറ്റവും മുട്ടിക്കാനുള്ള പെടാപ്പാടായിരിക്കും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അറിവിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പുതിയ പുതിയ അറിവുകൾ നേടിയാൽ അറിവിന്റെ കൂട്ടുപലിശ നമുക്ക് കിട്ടും. അതായത് പിന്നെ അറിവുകളൊന്നും നേടുന്നില്ല, വായന കാര്യങ്ങളൊന്നും നമുക്കില്ല എങ്കിൽ നമുക്ക് തെറ്റായ ചിന്തകളുടെ കൂട്ടുപലിശയായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ബന്ധങ്ങളുടെ കൂട്ടുപലിശ, ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടും, നമുക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടാവും, നല്ല പെരുമാറ്റം കൊണ്ടുവരാൻ സാധിക്കും, നല്ല രീതിയിൽ പ്രതികരിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതേസമയം അത് മോശം രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ദേഷ്യത്തിന്റെ കൂട്ടുപലിശയായിരിക്കും കിട്ടുന്നത്. എപ്പോഴും ദേഷ്യവും കലാപവും പ്രതിഷേധവും അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, പുരോഗതി എന്നുള്ള കാര്യമാണ്. പുരോഗതി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഐസിന്റെ കാര്യം,
ഐസ് കഷ്ണം നമ്മുടെ മുറിയിൽ, തണുത്ത മുറിയാണ് അതിലുണ്ട്. പക്ഷെ അതൊരു 31 ഡിഗ്രി വരെയും അത് മെൽറ്റ് ആകാനൊന്നും സാധിക്കത്തില്ല. 32 ഡിഗ്രിയിൽ എത്തുമ്പോഴേ ഐസ് മെല്ലെ ഉരുകാൻ തുടങ്ങത്തുള്ളൂ. അപ്പം അതിനു മുമ്പ് സംഭവിച്ച താപനിലയിലെ മാറ്റങ്ങളുമായി വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ആ ഒരു ഡിഗ്രിയിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. അതിന്റെ എക്സാമ്പിളൊക്കെ ശരിക്കും സാർ നമുക്ക് നേരത്തെ വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, നമുക്ക് നീണ്ടു നിൽക്കുന്ന ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നതും ആളുകൾ ചെറിയ ശീലങ്ങൾ വരുത്തിയതിന് ശേഷം ഉടൻ ഫലം കാണാത്തതിനാൽ ആ ശീലം ഉപേക്ഷിച്ച് കളയുകയും ചെയ്യുന്നു. എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ 1 മാസമായിട്ട് നമ്മൾ ഓടാൻ തുടങ്ങി, നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് ഒന്നും കുറയുന്നില്ല എന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും. അപ്പം നമ്മളത് പാതി വഴിയിൽ ഉപേക്ഷിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ നല്ല ശീലങ്ങളുടെ ഫലം ലഭിക്കണമെങ്കിൽ ഈ അസംതൃപ്തി കാലം കൂടെ നാം മറികടക്കണം. അതിനെയാണ് പ്ലേറ്റോ ഓഫ് ലേറ്റൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അഥവാ കഴിവൊളിഞ്ഞിരിക്കുന്ന പീഠഭൂമി എന്ന് പറയുന്നത്. കഴിവൊളിഞ്ഞിരിക്കുന്ന പീഠഭൂമി, ആ കഴിവ് ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു താഴത്തെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ഇരുട്ടിൽ നിന്ന് നമ്മൾ കരകയറിയാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു മോശം ശീലം ഉപേക്ഷിക്കാനോ പുതിയ ശീലം തുടങ്ങാനോ നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് അർത്ഥം മികവിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിവ് നഷ്ടപ്പെട്ടു എന്നല്ല, നിങ്ങളുടെ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്ന പീഠഭൂമി നിങ്ങൾ കടക്കാത്തത് കൊണ്ടാണ്. അപ്പം അതായത് നമ്മളെന്താ പറയുന്നത്, നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഐസിന്റെ കാര്യം തന്നെ പറഞ്ഞാലും 25 മുതൽ 31 ഡിഗ്രി വരെ ചൂടാക്കിയിട്ടും ഐസ് കട്ട ഉരുകിയില്ല. നിങ്ങളുടെ പ്രയത്നം വെറുതെയല്ല, അത് സംഭരിക്കപ്പെടുകയാണ്. എല്ലാ ഫലവും കാണാനാവുക 32 ഡിഗ്രിയിലാണെന്ന് എന്നോർക്കുക. അപ്പം നമ്മളെ ഒളിഞ്ഞിരിക്കുന്ന സംഗതികൾ വൻ വിജയം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും അതിലേക്കുള്ള ഒരു പ്രയാണമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അപ്പം ഈ ലക്ഷ്യങ്ങൾ മാത്രം നമ്മൾ മുന്നിൽ കണ്ടാൽ നമുക്ക് വിജയം ഉണ്ടാകത്തില്ല. ഈ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന സമ്പ്രദായങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് എത്രമാത്രം നല്ലതാണ്, അല്ലെങ്കിൽ അത് പ്രയോജനം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ പുരോഗതി ഉണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലക്ഷ്യങ്ങളും സമ്പ്രദായങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു സംരംഭകനാണ് നമ്മൾ ലക്ഷ്യമെങ്കിൽ നമുക്ക് $1 മില്യൺ സംരംഭം കെട്ടിപ്പടുക്കുക അല്ലെങ്കിൽ വലിയ തുക ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. അപ്പം ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കുന്നതിനും ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിനും വിപണനം നടത്തുന്നതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ആ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പം സമ്പ്രദായത്തിലാണ് നമ്മൾ കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആക്ഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ, നമ്മൾ ലക്ഷ്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ പല പല പ്രശ്നങ്ങളും ഉണ്ടാവാം. കാരണം ഒരു കളിക്ക് അല്ലെങ്കിൽ ഒരു ഒളിമ്പിക്സിലേക്ക് വരുമ്പോഴത്തേക്കും വിജയിക്കുന്നവരാണെങ്കിലും പരാജയപ്പെടുന്നവരാണെങ്കിലും അവർ ഒരേ ലക്ഷ്യമായിട്ടായിരിക്കും വന്നേക്കുന്നത്. പക്ഷെ അവര് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്ന ആ സമ്പ്രദായങ്ങളിലൂടെയാണ് നമ്മൾ അവർ ആ ലക്ഷ്യത്തിലേക്ക് കടക്കുന്നത്. പിന്നെ ഒരു ലക്ഷ്യം നേടുന്നത് ഒരു താൽക്കാലിക മാറ്റമാണെന്നും നമ്മൾ ചിന്തിക്കാറുണ്ട്. ലക്ഷ്യങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് തടയിടുന്നു. കാരണം ഈ ലക്ഷ്യങ്ങളുടെ ഇതിലേക്ക് എത്തണമെങ്കിൽ ധാരാളം പ്രതിസന്ധികൾ നമ്മൾ കടക്കുന്നുണ്ട്. അപ്പം അതാണ് നമ്മുടെ സന്തോഷങ്ങൾക്ക് തടയിടുന്നത്. പക്ഷെ നമ്മളത് അതിനെ മറികടന്നാൽ മാത്രമേ നമുക്ക് സന്തുഷ്ടരാകാൻ സാധിക്കുള്ളൂ. പിന്നെ ദീർഘകാല പുരോഗതിയിലേക്ക് ലക്ഷ്യങ്ങൾ തടസ്സമാണെന്നാണ് പറയുന്നത്. അതായത് സമ്പ്രദായങ്ങൾ നിർമ്മിക്കുന്നത് നമ്മൾ കളിയൊക്കെ തുടരുന്നതിനിടയിലാണ്. ലക്ഷ്യങ്ങൾ മാറ്റി നിർത്തിയുള്ള ചിന്തയാണ് ദീർഘവീക്ഷണത്തോടുള്ള ചിന്ത. ഒരു ലക്ഷ്യം സാധിക്കുക എന്ന ചിന്തയല്ല, തുടർച്ചയായ പുരോഗതിയാണ് അവിടെ പ്രധാനം. നമ്മൾ പുരോഗതിയിലേക്ക് പോകാൻ വേണ്ടി എന്തെല്ലാം ശീലങ്ങളാണ് നേടിയെടുക്കേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തുടങ്ങണം, ഒരു കാര്യം തുടങ്ങണം എന്ന് നമുക്ക് എല്ലാവരുടെയും ഈ മാജിക്കിൽ ഇരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും കാണും. പക്ഷെ അതെങ്ങനെയാണ് നേടിയെടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് കൺഫ്യൂഷൻ. അപ്പം സാറ് നമ്മളോട് പറയുന്നത് പോലെ നമുക്ക് അതിന് നല്ലതായിട്ട് ഒരു മെന്ററിനെ കണ്ട് നമ്മൾ അതിന് ആക്ഷൻ എടുത്താലേ നടക്കത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അണുശീലങ്ങളുടെ അമ്പരിപ്പിക്കുന്ന ശക്തിയിൽ പറയാനുള്ളത്. അടുത്ത ക്ലാസ് ഞാൻ പിന്നീട് എടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായോ
അറിയില്ല. തീർച്ചയായിട്ടും ഇതാണ് അണുശീലങ്ങളുടെ അമ്പരിപ്പിക്കുന്ന ശക്തി. ഈ ടെക്സ്റ്റ് ബുക്ക് ശരിക്കും നമ്മൾ വായിക്കുവാണെങ്കിൽ കുറച്ച് ബോധം നമുക്ക് ഉണ്ടാകും. അത് ഒരു പ്രാവശ്യം വായിച്ചാലും അതിന് ബോധം കിട്ടത്തില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അണുശീലം വളർത്തിയെടുക്കാൻ എന്നെ സഹായിച്ച ബിമാജിക്കിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗോപിക. ഹലോ. ശീല മാം, താങ്ക് യു സോ മച്ച്. അപ്പോ ബി മാജിക്കിന് കിട്ടേണ്ട ഒരു ക്ലാസ് ആണ്. ഒരുപാട് പേര് അറ്റോമിക് ഹാബിറ്റും. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ സർ? കേൾക്കാം. ഹലോ കേൾക്കാം ഗോപിക. ഹലോ, ഓഡിബിൾ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ ശീല മാം വളരെ നല്ലൊരു സെഷൻ. ഓക്കെ, ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫീഡ്ബാക്കിനായിട്ട് 2 പേരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് സംസാരിക്കാം. നമുക്ക് ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 പേരെ ഞാൻ വിളിക്കൂ. ഹലോ, ഓഡിയബിൾ ആണോ? ഹലോ ഹലോ, ഓഡിബിൾ ആണ്. ഹലോ, മാജിക് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ ഷാജിൻ സർ പറഞ്ഞോളൂ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. അവസാനിക്കാറായിട്ടുള്ളൂ, വായിച്ചു കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരാള് ഫസ്റ്റ് വായിക്കേണ്ട ഒരു ബുക്കാണ് ശരിക്കും ഇത്. ഫസ്റ്റ് വായിക്കേണ്ട ഒരു ബുക്കാണ് ഈ ബുക്ക്. കാരണം ചെറിയൊരു മാറ്റമാണ് നമുക്ക് വലിയ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കുറെയൊക്കെ ഞാനത് നോക്കുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങൾ കാണുന്നുമുണ്ട്. നമ്മളത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരെത്തുമ്പോൾ വലിയ മാറ്റങ്ങളാണ് കാണുന്നത്. അപ്പൊ ഈ ബുക്ക് ആണ് നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഈ ബി മാജിക്കിലുള്ള എല്ലാവരും വായിക്കേണ്ട ഫസ്റ്റ് ബുക്ക് എന്ന് പറയാം. നമുക്ക് ചെറിയ ചേഞ്ചസിലൂടെ വലിയ മാറ്റങ്ങൾ. ആ സൈക്ലിങ്ങിന്റെ കഥയൊക്കെ അത്രയും കറക്റ്റാണ്. നമുക്ക് ചെറിയൊരു ചേഞ്ചസ് അവർ വരുത്തിയപ്പോൾ വലിയ ലോകത്തിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു കഥയാണത്. അപ്പൊ നല്ലൊരു ബുക്കാണ്. റിവ്യൂ മാം പറഞ്ഞു തുടങ്ങിയത് ഒരു ദിവസം കൂടെ അവസാനിക്കുന്ന ഒരു ഭാഗമല്ല ശരിക്കും. അത് 2 പാർട്ടായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി മാഡത്തിന് ഒന്നുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയായിരുന്നു എന്ന് തോന്നുന്നു. അത് നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പോയിന്റുകളും അദ്ദേഹത്തിന്റെ കഥ എടുത്ത് പറയാൻ തോന്നിയത് തന്നെ വലിയൊരു കാര്യമാണ്. സാധാരണ നമ്മളൊരു ബുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ബുക്ക് മാത്രം പറഞ്ഞു പോകാറ് പതിവ്. പക്ഷെ എഴുത്തുകാരനെ കുറിച്ചൊന്നും പറയാറില്ല. വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ഷാജിൻ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ, ഓക്കെ, എനിവേ ടീം താങ്ക് യു സോ മച്ച്. ഷില മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതിന്റെ ബാക്കി. ഹലോ, താങ്ക് യു ഗോപിക. താങ്ക് യു ഓൾ. പറഞ്ഞോളൂ മാം. താങ്ക് യു പറയുവേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ടീം, താങ്ക് യു സോ മച്ച്. Thank you, Sheila ma'am. Thank you all. Thank you very much. താങ്ക് യു സർ. എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ.